ഈ ചിക്കനിലോട്ട് ഈ സ്പൈസസ് ഒക്കെ ഇട്ടൊന്ന് എടുത്ത് പിടിച്ചെടുത്താലുണ്ടല്ലോ ചുറ്റോളം ഒന്നും കാണില്ല. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അന്നേരം തന്നെ വാച്ച് ചെയ്യാനും പറ്റും വീഡിയോ. നമ്മുടെ ചിക്കനിലോട്ട് ഇടാൻ എടുത്തിരിക്കുന്ന 3 പച്ചമുളക്, ഒരു തക്കാളി, ഒരു സവാള, അത് അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്. പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മല്ലിയില നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തത് എടുത്തിരിക്കുന്ന സവാളയാണ്. ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് പിന്നിട്ട് ഇടേണ്ടതാണ്. ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. എടുത്തിരിക്കുന്ന പച്ചമുളക് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ചോപ്പ് ചെയ്തെടുക്കുന്നത് ചോപ്പ് ചെയ്ത് വെച്ച സവാള മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചതച്ചൊന്ന് എടുത്താൽ മതി, ക്രഷ് ചെയ്തൊന്ന് എടുത്താൽ മതി. ഒത്തിരി അരഞ്ഞൊന്നും പോകരുത്. ഇനി ഇങ്ങനെയല്ല എടുക്കുന്നെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് ചോപ്പറിനകത്തിട്ട് നന്നായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. സ്പൈസസ് ഒക്കെ പൊടിച്ച് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മിക്സിയുടെ ജാറിലോട്ട് തന്നെയാണ് ഞാൻ ഈ സവാള ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് അത് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതിനകത്ത് ജ്യൂസ് എല്ലാം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് ജ്യൂസ് ഇതിനകത്തെ ആ വെള്ളം അംശം വേണ്ട, അതുകൊണ്ടാണ് ജ്യൂസ് ഒന്ന് പിഴിഞ്ഞ് മാറ്റുന്നത്. അതുപോലെ ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിലും അതിനകത്തെ ആ വെള്ളമയം ഒന്ന് പിഴിഞ്ഞ് മാറ്റുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് മെയിൻ ഐറ്റം ചിക്കൻ. അപ്പോൾ ഒരു ചിക്കൻ മേടിച്ചിട്ട് അതിനകത്തുനിന്ന് ഫ്ലഷ് എല്ലാം മാറ്റിയെടുത്തതാണ്. ഇത് ഏകദേശം ഒരു 1/2 കിലോയിൽ മേലിലുണ്ടാവും. ചിക്കൻ്റെ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോപ്പ് ചെയ്തിടുന്നത് നല്ലതായിരിക്കും. പിന്നെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് കറക്കി എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് അരഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനി ചിക്കനിലേക്ക് നമുക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് തരിതരിപ്പായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത മുഴുവനുള്ള മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴേ അരച്ചെടുത്ത ചിക്കനെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത മല്ലി 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇട്ട് കൊടുക്കുന്നത് തരിതരിപ്പായിട്ട് അടിച്ചെടുത്ത ജീരകമാണ്. അടുത്തത് ചില്ലി ഫ്ലേക്കാണ് ഇടുന്നത്. അപ്പോൾ അത് 1 ടീസ്പൂണും ഒരു ശകലം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം അജ്വൈൻ സീഡാണ്. ഇതിനകത്ത് വേണ്ടിയ സ്പൈസസ് ഒക്കെ നമ്മൾ ക്രഷ് ചെയ്ത് മാത്രം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മതി. മുഴുവൻ അങ്ങ് അരഞ്ഞ് പൊടി പോലെ ആകരുത്. ജസ്റ്റ് ക്രഷ് ആയിട്ടുള്ള ഇതാണ് സ്പൈസസാണ് ഇതിനകത്തൊക്കെ ഇട്ട് കൊടുക്കുന്നത്. 1.5 ടീസ്പൂണോളം ചതച്ചെടുത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ സവാളയിൽ നിന്ന് വെള്ളമൊക്കെ മാറ്റി വെച്ച് പിഴിഞ്ഞെടുത്ത് ആ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയില ഇട്ട് കൊടുക്കുന്നു, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു മുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കോൺഫ്ലോറിന് പകരം നമുക്ക് മൈദ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ കുഴച്ചെടുത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒത്തിരി വെള്ളമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാൻ കയ്യിൽ ഒത്തിരിയായിട്ട് ഒട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് മൈദ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അലുമിനിയം ഫോയിൽ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ശകലം എണ്ണ തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് 10 മിനിറ്റ് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ഒന്ന് എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. അന്നേരം ഒന്നുകൂടെ ഒന്ന് കട്ടിയായിട്ട് കിട്ടും. നമ്മുടെ കയ്യിലൊക്കെ നമുക്ക് പിന്നെ ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടാതെ കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടും. ഇപ്പോൾ ഞാനിവിടെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി ഞാൻ കയ്യിലോട്ട് ചില എണ്ണ തൂത്തിട്ട് ഇതിനി ഉരുട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലോ, നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇപ്പോൾ രാവിലെ സ്കൂളിൽ കൊടുത്തു വിടാനാണേലും പിള്ളേർക്ക് രാവിലെ കഴിച്ചിട്ട് പോകാനാണേലും ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ കട്ട്ലറ്റിനൊക്കെ പരത്തുന്നതിനെക്കാട്ടി കട്ടി കുറച്ചിട്ട് ഒന്നുകൂടെ ഓവൽ ഷേപ്പിലോ കുറച്ചുകൂടെ വലുപ്പത്തിലാണ് എടുക്കുന്നത്. അങ്ങനെയാണ് ഇത് സാധാരണ എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഓവൽ ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് മാത്രം ഞാൻ എടുത്തിട്ട് ഒന്ന് 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട്. കാരണം അതൊന്ന് കട്ടിയായിട്ട് കിട്ടണം. നമുക്ക് എണ്ണയിലോട്ട് ഒന്ന് ഇടുമ്പോൾ നമുക്ക് നന്നായിട്ട് അലുമിനിയം ഫോയിലിന് പകരം നമുക്ക് ബട്ടർ പേപ്പറാണ് ഏറ്റവും നല്ലത്. എനിക്ക് ബട്ടർ പേപ്പർ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അലുമിനിയം ഫോയിൽ എടുത്തത്. ഇനി അലുമിനിയം ഫോയിലിന് പകരം നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് വേണമെങ്കിലും നല്ല ക്ലിയർ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റോർ ചെയ്യുമ്പോൾ അങ്ങനെ എടുത്ത് വെക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മുട്ടരുത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റോ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ എന്തെങ്കിലും ഇട്ട് കൊടുത്തിരിക്കണം. 10 മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അങ്ങ് ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് ഒന്ന് ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് തീ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച് പിന്നെ സ്ലോ ആയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ടേൺ ചെയ്തിട്ട് കൊടുക്കണം. അങ്ങനെ 2 സൈഡും ഒരു ബ്രൗൺ ഷെയ്ഡിലാകുമ്പോൾ നമുക്ക് വാങ്ങാവുന്നതാണ്. ഇത് നമുക്ക് ബീഫ് വെച്ചിട്ടാണേലും ഉണ്ടാക്കുന്നതാണ്. ബീഫ് വെച്ചിട്ട് അതുപോലെ സ്കൂളിൽ കൊടുത്ത് വിടാനായിട്ടാണെങ്കിലും നല്ല റെസിപ്പിയാണിത്. ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണം. ഇതിലോട്ട് ഒട്ടും ഉള്ളിലോട്ടൊട്ടും എണ്ണ പിടിക്കത്തില്ല. പുറമേ ഉള്ള ഒരു എണ്ണമയം മാത്രമേ ഉള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അങ്ങനെ പാകിസ്ഥാനിലെ പെഷവാരി ചപ്ലി കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിവിടെ തമാശയ്ക്ക് പറയുന്നത് ചപ്ലിക്കബാബു എന്നാണ് പറയുന്നത്. അതുപോലെ സ്കൂളിൽ കൊടുത്ത് വിടാനായിട്ടാണെങ്കിലും നല്ല റെസിപ്പിയാണിത്. ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണം. നല്ല ചൂടാണ്. ചൂടോടുകൂടിയാണ് ഞാനിത് മുറിച്ച് കാണിക്കുന്നത്. ഇത് നമുക്ക് പിന്നെ തന്നെയായിട്ട് ആണെങ്കിലും കഴിക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ സോസ് വെച്ചോ അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡൊക്കെ വെച്ച് അതിൻ്റെ കൂട്ടത്തിലാണെങ്കിലും നമുക്ക് കഴിക്കാം. ചോറിൻ്റെ കൂട്ടത്തിലാണെങ്കിലും ചപ്പാത്തി അങ്ങനെ സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.